ഈ ശുശ്രൂഷയ്ക്ക് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാർ, വിശേഷാൽ ഈ കാലഘട്ടത്തിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സഭയെ നയിപ്പാനായി ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന സഭയുടെ പരമാധ്യക്ഷൻ, നമ്മൾ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന റവറൻഡ് സി തോമസ് സാർ, സഭയുടെ പാസ്റ്റർ അനിൽ പി ശമുവേൽ, ഈ സെന്ററിലുള്ള കർത്തൃദാസന്മാർ, നമ്മുടെ സഹോദരി സഭകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുടെ വലിയൊരു നിര ഇന്ന് ഇവിടെയുണ്ട്. എല്ലാവർക്കും ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പന്തലിൽ, ഇവിടെ ഇരിപ്പിടങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾ, ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന ശ്രോതാക്കൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമുക്കൊരുമിച്ച് സന്തോഷം പകരുവാനിടയാക്കിയ പ്രിയപ്പെട്ട കൊയർ, എല്ലാവർക്കും യേശു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുക എന്നുള്ള താല്പര്യത്തോടെയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. മഹായോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മഹാന്മാരിൽ മഹാനായ, രാജാക്കന്മാരിൽ രാജാവായ, രാജാക്കന്മാരുടെ രാജാവായ, കർത്താക്കന്മാരുടെ കർത്താവായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, കാലത്തിന്റെ തികവിങ്കൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നവൻ, ആ കാൽവറിയിലൂടെ ഒഴുകിയിറങ്ങിയ പുണ്യയാഗ രക്തം കൊണ്ട് നമുക്ക് വീണ്ടെടുപ്പ് നൽകിയവൻ, ഇന്ന് രാവിലെ, ഇന്ന് ഈ സന്ധ്യാനേരത്ത് ഈ കൺവെൻഷൻ പന്തലിൽ, ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങളിൽ, ഇതിന്റെ നടുവിലൂടെ കർത്താവ് ഉലാവുന്നു എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിലൊന്ന് കാണുവാനായി കഴിയും? ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവിക ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി എത്തുമെന്ന് തിരിച്ചറിയേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രവൃത്തിയായി മാറേണ്ടതിന് ഒരു സുവിശേഷ യോഗം ഇവിടെ നടത്തൂ എന്നുള്ളതല്ല. ഈ ദേശത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ് ആമ്പല്ലൂർ ഭവനം. ഈ ഭവനത്തിന്റെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ യോഗം ഒരു ചടങ്ങായിട്ട് നടത്തുക എന്നുള്ള ലക്ഷ്യം അല്ല ഇതിന്റെ സംഘാടകർക്കുള്ളത്. വിശേഷാൽ പ്രിയപ്പെട്ട തന്റെ ദാസനുള്ളത് എന്ന് നമുക്കറിയാം. ഇതിലൂടെ ചില ഉദ്ദേശങ്ങളുണ്ട്, ഇതിലൂടെ ചില ആഗ്രഹങ്ങളുണ്ട്. ഈ ദേശത്തിന്റെ നടുവിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുത്തണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും ദൈവം ഭാഗം വന്നുചേർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഒരു ഭാഗം നമ്മൾ വായിക്കുവാൻ പോകുകയാണ്. വചനം വായിക്കുമ്പോഴാണ്, വചനം ശുശ്രൂഷിക്കുമ്പോഴാണ് അതിന്റെ അധികാരം വെളിപ്പെടുന്നത്. വചനം ശുശ്രൂഷിക്കുമ്പോഴാണ് അതിന്റെ മേൽ വ്യാപരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇത് സ്വർഗീയ അധികാരം ഇത് ശുശ്രൂഷിക്കുമ്പോൾ വെളിപ്പെടുന്നു. സ്വർഗീയ പ്രവൃത്തി ഇത് ശുശ്രൂഷിക്കുമ്പോൾ വെളിപ്പെടുന്നു. ഇന്ന് ലോകത്ത് വളരെ വേഗത്തിൽ പ്രവൃത്തിയായി മാറുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം ശക്തിയോടെ വ്യാപരിക്കുമ്പോൾ അത് രക്ഷയ്ക്ക് അത് കാരണമാകുന്നു, അത് സൗഖ്യത്തിന് കാരണമാകുന്നു, അത് വിടുതലിന് അത് കാരണമാകുന്നു. തിന്മകളെ, താഴ്ചകളെ, സങ്കടങ്ങളെ, ഞെരുക്കങ്ങളെ, പോരായ്മകളും ഒക്കെ മാറ്റി അതിന്റെ ഉയർച്ചയും ശ്രേഷ്ഠതയും മാന്യതയും ഒക്കെ കൽപ്പിച്ച് ഒരു വിശാല മനസ്സോടുകൂടെ ഇന്ന് രാത്രി കൺവെൻഷന് വന്നത് എനിക്ക് അനുഗ്രഹമായി എന്ന് മനസ്സിൽ അല്ല, ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു വിടുതലോടെ പോകുവാൻ നമുക്കിടയാകേണ്ടതിന് പ്രാർത്ഥനയോടെ ഒരു വചനഭാഗം നമ്മൾ വായിക്കുവാൻ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കുവാനായി പോവുകയാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം മതി. ഇതിന്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. വിളിക്കപ്പെട്ടവർ എന്നൊരു പ്രയോഗമാണ് ഇവിടെ ആരംഭത്തിൽ കേട്ടത്. ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ ഭക്തിയോടെ, അതിന്റെ കൃപയോടെ ദൈവം ഭാഗം നമുക്കായിരിക്കാം. ഏത് ഭാഗത്തിരുന്ന് വചനം കേൾക്കുന്നുവോ ആ ഭാഗത്തേക്ക് ദൈവശക്തി പ്രവൃത്തിയായി വെളിപ്പെടും. അതിന് യാതൊരു വിധമായ സംശയമില്ല. കാരണം ഈ വചനം കരങ്ങളിൽ എടുക്കുവാൻ തന്നെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാണ് ഏറ്റവും
ഏറ്റവും വലിയൊരു കാര്യം. 1500 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാരാൽ ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ആ എഴുത്തുകാരാൽ ഇത് എഴുതി. മോശ തുടങ്ങി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, അതേ രാജാക്കന്മാര് ദാവീദ് തുടങ്ങിയുള്ള രാജാക്കന്മാർ, ആമോസ് തുടങ്ങി ദാവീദ് തുടങ്ങിയുള്ള ഇടയന്മാർ തുടങ്ങി മുക്കുവന്മാർ, ഇങ്ങനെയുള്ള വിവിധ തുറകളിൽ ഇരുന്ന ആളുകളെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചു. എങ്കിലും നമുക്ക് ഇത് വായിക്കുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി ശക്തമായി ഇതിന്റെ മേൽ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ദൈവത്തിന് ഇത് തന്നെ എഴുതി തരാമായിരുന്നല്ലോ? ദൈവത്തിന് എന്താ എഴുത്തറിയത്തില്ലേ? ദൈവത്തിന് എഴുത്തറിയാം. പിന്നെ എന്താ ദൈവം എഴുതാതിരുന്നതെന്നൊരിക്കൽ ഞാൻ ചിന്തിച്ചു. കൽപ്പലകളിന്മേൽ എഴുതിയവനായ ദൈവമാണ്. നല്ല ഹാൻഡ് റൈറ്റിംഗിൽ, നല്ല നിലയില് യഹോവയായ ദൈവം കൽപ്പലകളിൽ എഴുതി. അവൻ എഴുത്ത് നോക്ക്. അഹങ്കാരിയായ ഒരുവനെ പാഠം പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ചുമരിന്മേൽ എഴുതിയ ദൈവമാണ്. തന്റെ പുത്രനായ ക്രിസ്തു നമുക്കതെ മണലിൽ എഴുതി. അങ്ങനെ താൻ എഴുതിയ എഴുത്തുകൾ എത്ര അധികമായിട്ട് കാണുന്നുണ്ട്. തന്റെ പുത്രൻ എഴുതിയത് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വചനം കർത്താവിന് എഴുതി, ഇല്ലെങ്കിൽ ദൈവത്തിന് എഴുതി അത് പൂർത്തീകരിച്ച് നമുക്കിഞ്ഞ് തന്നുകൂടായിരുന്നോ? ഈ ജോലി എന്തുകൊണ്ട് മനുഷ്യനെ ഏൽപ്പിച്ചു? ഇത് മനുഷ്യനെ കൊണ്ട്, മനുഷ്യന്റെ അതേ കരങ്ങൾ കൊണ്ട് ഇത് എഴുതിപ്പിച്ച് മനുഷ്യന്റെ കയ്യിൽ തന്ന് മനുഷ്യനെ കൊണ്ട് ഇത് പ്രസംഗിപ്പിച്ച് മനുഷ്യനെ ഇത് കേട്ട് ഇത് മനസ്സിലാക്കിച്ച് മനുഷ്യനെ ഇത് അംഗീകരിച്ച് ഇത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുത്തിയിട്ട് നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ജോലി മനുഷ്യനെ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന് ആ ജോലി ചെയ്യാമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മളിത് കേട്ട് മനസ്സിലാക്കി, ഇത് മനുഷ്യരെ കൊണ്ട് എഴുതി, മനുഷ്യൻ കേട്ട്, മനുഷ്യൻ പ്രസംഗിച്ച്, മനുഷ്യൻ കേട്ട്, മനുഷ്യൻ ഇത് പ്രമാണിച്ച് അവൻ നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വിളിക്കപ്പെട്ടവർ എന്ന് വായിച്ചു. വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ വിളി കേട്ടവരാണ്. അവരെ ഒരാൾ വിളിച്ചു. വിളിച്ചപ്പോൾ ആരെ ഉദ്ദേശിച്ച് വിളിച്ചോ അവർ വിളി കേട്ടു. അത് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ വിളി കേട്ടവർ വിളി അനുസരിച്ച് വരുവാൻ മനസ്സ് വെച്ചില്ല. അവരെ അത് തിരസ്കരിച്ചു. ആ വിളി അനുസരിച്ച് വരുവാൻ അവർ അനുസരിച്ചില്ല. അവർ തന്നിഷ്ടക്കാരായി മുന്നോട്ട് പോയി. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നു, അവർ അസൂയ നിറഞ്ഞവരായി എഴുന്നേറ്റു ഇതിനെതിരെ പ്രവർത്തിപ്പാനായി തുടങ്ങി. എന്നാൽ ബർണബാസും പൗലോസും ശക്തി പ്രാപിച്ചു ദൈവത്തിനു വേണ്ടി നിവരെ നിൽക്കുവാനിടയായി. പരാജയത്തിന്റെ പടുകുഴിയിൽ തല്ലി തകർക്കുമെന്ന് വാദിച്ചുകൊണ്ട് മുന്നേറിയ ഒരു കൂട്ടം ഇങ്ങനെ ആർപ്പോടുകൂടെ ഇങ്ങോട്ട് വന്ന് വളരെ ആർത്തിയോട് ഇതിനെ തല്ലിക്കെടുത്തുവാൻ നോക്കുമ്പോൾ വളരെ ധൈര്യത്തോടും ബലത്തോടും കൂടെ അപ്പോസ്തലന്മാർ ഇതിനു വേണ്ടി നിലകൊണ്ടതുകൊണ്ട് മാത്രമാണ് ഇതതിന്റെ ജയഘോഷം മുഴക്കി അത് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളായി നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് അവൻ മേഘത്തിൽ വരുവാൻ പോകുകയാണ്. ഈ ലോകം 2 ഗ്രൂപ്പാണ്. ഒന്ന് പാപത്തിന്റെ ലോകം, 2 കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരുടെ ലോകം. നമ്മളത് മനസ്സിലാക്കണം. 2 പാർട്ടായിട്ട് മാറി നിൽക്കുന്നു. വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാർ അതേ കർത്താവിനെ താൻ ഇരിക്കുമ്പോൾ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദസ്യന്മാരായി തീരുമെന്നുള്ള ആ ആഴമായ പ്രത്യാശയുടെ അനുഭവത്തിൽ നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട് നല്ല ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. ഏറിയ കൃപയോടെ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പൊന്നു മണവാളനെ കാണുവാൻ സമയമായി. ആത്മ മണവാളനെ കാണുവാൻ സമയമായി. ആ ശബ്ദം കേൾക്കുവാൻ സമയമായല്ലോ. ഇവിടെ ആ വിളി കേട്ടിട്ട് അനുസരിക്കാതെ, ആ വിളി കേട്ടിട്ട് മുന്നോട്ട് വരാതെ അതെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു ഗ്രൂപ്പ്. ഇവിടെ വായിച്ചൊരു വചനഭാഗം ഒരു ഉപമയാണ്. നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു ഉപമ മഹാരാജാവിന്റെ മകന്റെ കല്യാണത്തെ കുറിച്ചുള്ള ഒരു ഉപമയാണ്.
മഹാരാജാവിന്റെ മകന്റെ കല്യാണം എന്ന് പറയുമ്പോൾ രാജ്യം മുഴുവനും അണിഞ്ഞൊരുങ്ങി വളരെ ആർപ്പോടുകൂടെ വളരെ ആനന്ദത്തിലാകുന്ന നിമിഷമാണ്. അല്ല, രാജകുമാരന്റെ കല്യാണം. രാജകുമാരന്റെ കല്യാണം രാജ്യം മുഴുവനും ആനന്ദ ഘോഷത്തിന്റെ തുമിർപ്പിലാണ്. അലതല്ലി പൊങ്ങി വരുന്നത് പോലെ, തിരമാല ഉയർന്നു പൊങ്ങി വരുന്നത് പോലെ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയൊക്കെ ആർപ്പും വിളിയും മാത്രമാണ്. എന്തുകൊണ്ടാണ്? രാജകുമാരന്റെ കല്യാണമാണ്. പക്ഷേ രാജാവ് ആളുകളെ ക്ഷണിച്ചു. ആളുകളെ ക്ഷണിച്ചിട്ട് മുമ്പേ നമ്മൾ വായിച്ചല്ലോ, ആളുകൾ വന്നില്ല. വരുവാനായി കഴിയാതെ അവർ അവരുടേതായ കാര്യങ്ങളിൽ കൂടെ അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പിന്നത്തേതിൽ വീണ്ടും വീണ്ടും രാജാവ് മകന്റെ വിവാഹത്തിന്റെ ആ വിരുന്നിനു വേണ്ടി ആളുകളെ ക്ഷണിച്ചു. അവിടെ നമുക്ക് വായിക്കുവാനായി കഴിയുന്നത്, രാജാവ് അവസാനം ഒരു തീരുമാനം രാജകീയ ദാസന്മാരെ ഒരു യോഗമായി വിളിച്ചു. രാജാവിന്റെ ദാസന്മാരെ എല്ലാവരെയും വിളിച്ച് രാജാവ് ഒരു കാര്യം പറഞ്ഞു. എന്റെ മകന്റെ വിവാഹത്തിന് വരുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സാധാരണ രാജാക്കന്മാരുടെ മകന്റെ കല്യാണങ്ങൾ, രാജകുമാരന്മാരുടെ കല്യാണങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക പതിവുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ആ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സാണ്. വിരുന്നിന് വരുന്നവർക്കെല്ലാം ഡ്രസ്സ് കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. അങ്ങനെ രാജാവിന്റെ ദാസന്മാർ രാജാവ് നൽകിയതായ ഡ്രസ്സുകൾ കളക്ട് ചെയ്തിട്ട് ഈ വിരുന്ന് ശാലയുടെ ചുറ്റും ധാരാളം കൗണ്ടറുകൾ ഓപ്പണാക്കി രാജാവിന്റെ ദാസന്മാർ രാജകീയ ഡ്രസ്സുകളുമായി ആ കൗണ്ടറുകളിൽ വരുന്ന ജനങ്ങളെല്ലാം ഓരോ കൗണ്ടറിൽ വന്ന് രാജാവ് കൊടുക്കുന്ന ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാനുള്ള മുറികളുണ്ട്, ഹോളുകളുണ്ട്. അവിടെ പോയി അതെല്ലാം ചേഞ്ച് ചെയ്ത് രാജാവ് കൊടുത്തിരിക്കുന്ന പുത്തൻ ഡ്രസ്സും ധരിച്ചുകൊണ്ട് ഇങ്ങനെ അവർ മുന്നോട്ട് വന്ന് വിരുന്ന് ശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ വന്നവരിൽ കൂട്ടത്തിൽ ഒരു മിടുക്കനുണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. ഇന്നും ചില മിടുക്കന്മാർ ഇതിൽ ഊരി ചുറ്റി നടക്കുന്നുണ്ട്. ഇതെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് രാജാവ് കൊടുത്ത ഡ്രസ്സും ഇട്ടുകൊണ്ട് വരുന്ന ആളുകളെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നിന്നിട്ട് പുള്ളി വിചാരിച്ചു, ഞാൻ ഈ പണിക്ക് പോകാൻ പോകുന്നില്ല. എനിക്ക് ഇവിടുത്തെ രാജാവിന്റെ മോന്റെ കല്യാണത്തിന് കൂടണം. പക്ഷെ രാജാവിന്റെ ഡ്രസ്സ് എനിക്ക് വേണ്ട. രാജാവിന്റെ വിരുന്നുശാലയ്ക്ക് അകത്തെനിക്ക് കയറണം. എന്നാൽ രാജാവിന്റെ ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. അതിനേക്കാട്ടിൽ എനിക്ക് തോന്നുന്നു മെച്ചമായതാണ് ഞാൻ ധരിച്ചിരിക്കുന്നതെന്ന് എന്നവന് ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഊരു ചുറ്റി നടക്കുവാനിടയായി. അതിനുശേഷം ഇവൻ ചെയ്ത് എന്താണെന്നറിയാമോ? എങ്ങനെയോ പഴുതു നോക്കി ഇവൻ നുഴഞ്ഞ്, കാരണം സെക്യൂരിറ്റിക്കാർ ഇഷ്ടം പോലെയുണ്ട്, രാജാവിന്റെ ദാസന്മാരുണ്ട്, രാജവസ്ത്രം ധരിക്കാത്തനും ഇതിന്റെ അകത്ത് പ്രവേശിക്കുവാനായി സാധ്യമല്ല. എന്നാൽ ഇവനിങ്ങനെ ഊരു ചുറ്റി നടന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരുടെയും ദാസന്മാരുടെയും കണ്ണു വെട്ടിച്ച് ഇവൻ എങ്ങനെയോ അങ്ങ് അകത്ത് കയറി അങ്ങേ മൂലയ്ക്കങ്ങാണ്ട് പോയൊരു സീറ്റ് പിടിച്ചു പുള്ളി. ആ സീറ്റ് പിടിച്ച് പുള്ളി അങ്ങനെ ഇരിക്കുക. രക്ഷപ്പെട്ടെന്നാണ് പുള്ളി ധരിച്ചിരുന്നത്. ഇങ്ങനെ പമ്മി അവിടെ ഇരിക്കുക. മറ്റവരെല്ലാവരും രാജാവിന്റെ ഡ്രസ്സും ഒക്കെ ധരിച്ച് നല്ല സന്തോഷമായി മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്ത് നമുക്ക് അതിന്റെ സന്തോഷവും ആഘോഷിക്കാനുള്ള ആർപ്പോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ്. ഇവൻ വിചാരിച്ച് രക്ഷപ്പെട്ടെന്നാണ് വിചാരിച്ചത്. അവന്റെ മിടുക്ക് കൊണ്ട്, അവൻ കൈവരിച്ച നേട്ടങ്ങൾ കൊണ്ട്, അവൻ വിചാരിച്ച ചിന്തകൾ കൊണ്ട്, അവന്റെ മനസ്സിലെ ചില താല്പര്യം കൊണ്ട് അവനെ ഇങ്ങനെ സൂത്രത്തിൽ ഈ പരിപാടി അകത്തു കയറി സന്തോഷിക്കാമെന്നാണ് അവൻ ധരിച്ചിരുന്നത്. ഇതാ അങ്ങനെ ഇരിക്കുമ്പോൾ മഹാരാജാവ് എഴുന്നള്ളുകയാണ്. മഹാരാജാവ് അതിന്റെ പ്രൗഢിയോടുകൂടെ രാജകിരീടത്തോടുകൂടെ അവൻ സിംഹാസനാരൂഢനായി. എന്നാൽ രാജാവ് എഴുന്നേറ്റ് ആ രാജസദസ്സിൽ തനിക്കായി ഒരുക്കിയ പീഠത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കി, ഓരോ റോയും ഇങ്ങനെ നോക്കി. ആയിരക്കണക്കിന് ആളുകൾ രാജാവ് കൊടുത്ത രാജവസ്ത്രം ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ ആരുടെയും കണ്ണിൽ പെടുകയില്ല എന്ന് വിചാരിച്ച് പമ്മി തലയൊക്കെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുക. പുള്ളി പമ്മി ഇങ്ങനെ ഇരിക്കുക. പമ്മി നീ ഇരുന്നോ, ഇന്ന് രാത്രി നിന്നെ പിടിക്കാൻ പോവുക. ക്രൈസ്തല്ലോ, ഈ രാജാവിന്റെ ദൃഷ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാമല്ലോ. സകല ഹൃദയങ്ങളെയും
രഹസ്യങ്ങളെ അറിയുന്നവനാണ്. ആകാശത്തിന്റെ അറ്റത്ത് നീ ചെന്ന് പാർത്താൽ അവിടെ ആ കണ്ണ് നിന്നെ കാണും. സമുദ്രത്തിന്റെ ആഴത്തിൽ നീ ചെന്ന് പാർത്താൽ അവിടെ അവന്റെ കണ്ണ് അവിടെ നിന്നെ കാണുക തന്നെ ചെയ്യും. ഭൂമിയുടെ ആഴത്തറ്റത്തി എന്ന് പാർത്താൽ നീ എവിടെ ഒളിച്ചിരുന്നാൽ, ഏത് പാറയുടെ ആഴത്തിലിരുന്നാൽ, ഏത് കോണിൽ നീ പോയിരുന്നാൽ, ഏത് സാഹചര്യത്തിന്റെ മറവിൽ നീ ആയിരുന്നാൽ, തൊണ്ടി സഹിതം കൈയോടെ പിടിച്ച് നിന്നെ പോക്കിയെടുക്കുവാനായി പോകുന്ന സമയം വേഗത്തിൽ ആസന്നമായിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടോ? നേരെ ആ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവൻ രക്ഷപ്പെടാൻ പറ്റുകയില്ല. അവൻ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ രാജാവ് ചോദിച്ചു, സ്നേഹിത, രാജവസ്ത്രം ധരിക്കാതെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? സ്നേഹിത മോനെ എന്നൊക്കെ വിളിച്ചപ്പോൾ പുള്ളി വിചാരിച്ചു കുഴപ്പമില്ലെന്ന് ധരിച്ചു. എന്നാൽ അടുത്ത ഭാഗം വായിക്കുന്നത് എന്താണെന്നറിയാമോ? നീ എങ്ങനെ അകത്ത് കയറി എന്ന് ചോദിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് എന്തോ വായിക്കുന്നത്, അവനൊരു ഉത്തരം പറയാൻ കഴിയാതെ അവന്റെ വാക്ക് മുട്ടിപ്പോയെന്നാണ് വായിക്കുന്നത്. ഇവൻ വാക്കുകൊണ്ട് പലരെയും മുട്ടുകുത്തിച്ചവനാ. ഇവൻ സുവിശേഷം പറയാൻ ചെന്ന ദൈവദാസന്മാരെ വാക്കുകൊണ്ട് മുട്ടുകുത്തിക്കാൻ നോക്കിയതാ. ദൈവവചനം കേട്ടപ്പോൾ അതിനോട് മറുതലിച്ചതാ. പല ന്യായങ്ങൾ പറഞ്ഞതാ. പാരമ്പര്യ സ്വഭാവത്തിന്റെ സ്വഭാവം അവൻ ഉയർത്തിയതാ. അവൻ തലപൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാ. നാട്ടിൽ തന്നെ ഒരു പറച്ചിലുണ്ട്, പുള്ളിയോട് പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ലെന്ന്. ചുറ്റുവട്ടങ്ങളിൽ തന്നെ ആളുകൾ പറയും, എന്റെ പൊന്നച്ചാ അവനോട് പറഞ്ഞു ജയിക്കാൻ പറ്റുകയില്ല. എന്റെ പൊന്നു ബ്രദറെ, അതെ, ആരെയൊക്കെ എവിടെയൊക്കെ വെച്ച് നീ തോൽപ്പിച്ചാലും, ആരെയൊക്കെ നീ മുട്ടുകുത്തിച്ചാലും, ഏതെല്ലാം നിലയിൽ നീ അതേ സംസാരിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും സകലത്തെയും വിധിക്കുന്ന ഒരു വിധി കർത്താവ് അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടി മാനത്ത് പൊൻകച്ച ധരിച്ചുള്ളിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടന് സദൃശമായ കാലോടുകൂടി 7 പൊന്നിലുള്ള നടക്കിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ മുമ്പാകെ നിനക്കെങ്ങനെ നിൽക്കുവാനായി കഴിയും? നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവിടുന്ന് ഒരു വിധി, ഉടൻ തന്നെ അവിടുന്ന് ഒരു വിധി വെളിപ്പെടുവാനിടയായി. ആ വിധി വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അതിന്റെ സമാപനത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ബഹുമാന്യ ഓവർസിയർ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മരണപര്യന്തം അടിമകളായിരുന്നവരെ എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ജെരമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യഹൂദ മക്കളെയും ഇസ്രായേലിനെയും വിടുകയില്ല എന്ന് പറഞ്ഞ്, അതിനപ്പുറത്ത് വേറൊരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്, വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ ബന്ധിച്ചൊതുക്കിയിരിക്കുകയാണ്. എന്താ അവിടെ ഉപയോഗിച്ചത്? തന്റെ ജനത്തെ വിടുകയില്ല എന്ന് പറഞ്ഞ് വിട്ടയക്കാൻ മനസ്സില്ലാതെ അതെ ബന്ധിച്ചിരിക്കുന്ന ഒരു ശക്തി അതിന്റെ പുറകിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. എന്നാൽ അടുത്ത ഭാഗം വായിക്കുന്നത്, അങ്ങനെ വിടുകയില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഉച്ചത്തിൽ ആഘോഷത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാനാണ്. ചേർന്ന് പറഞ്ഞാട്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാനാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ഈ പന്തലിന്റെ കീഴെ ഇരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണപര്യന്തം അതെ മരണഭീതി വരുത്തി നിന്നെ അടിമകളാക്കി വെച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ശാപമിട്ട് ദോഷമിട്ട് രോഗമിട്ട് കടഭാരമിട്ട് ആത്മഹത്യ ഭീഷണിയിട്ട് മരണഭീതിയിട്ട് നിന്റെ ജീവിതത്തെ കല്ലേലടിച്ച പൂക്കല പോലെ
തല്ലി തകർത്തുകൊണ്ട് കഴിഞ്ഞ നാളേറെയായി നിന്റെ തലമുറയോട് പോരാടി, നിന്റെ ഭവനത്തോട് പോരാടി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തോട് പോരാടി കലിനുള്ളിൽ നിൽക്കുന്ന പൈശാചിക പാരമ്പര്യ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഈ വചന കേൾവിയിലൂടെ, ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയിലൂടെ അവ തകർത്തു മാറുകയാണ്. ഓ ഹല്ലേലൂയ! സ്വന്തം ചെയ്ത് ഒന്ന് കരങ്ങളൊന്ന് അടിച്ച് ഒന്ന് ശക്തിയോടെ ആത്മാവിന്റെ ശക്തിയോട് മുഴക്കം ഇന്ന് രാത്രിയോടെ വെളിപ്പെടട്ടെ. ചില ശാപചങ്ങലെ അഴിച്ചു മാറട്ടെ, ചില പാപചങ്ങലെ അഴിഞ്ഞു മാറട്ടെ, ചില രോഗചങ്ങലെ അഴിഞ്ഞു മാറട്ടെ. അന്യായമായ കടഭാരങ്ങൾ വിട്ടുപോകേണ്ടതിന് തമ്പുരാൻ പദ്ധതി ഒരുക്കുകയാണ്. നിന്റെ മരണഭീതി വിട്ടുപോകട്ടെ. നിന്റെ ആത്മഹത്യാ പ്രേരണ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോ. ഈ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ആത്മഹത്യ പ്രേരണ മനസ്സിൽ സാത്താൻ കൊടുത്തുകൊണ്ട് മരണത്തിലേക്ക് നയിക്കണമെന്ന് വാദിക്കുന്ന ചില വെല്ലുവിളി ഇവിടെ ഉയരുകയാണ്. വേണ്ട വേണ്ട, നീ ആത്മഹത്യ ചെയ്യണ്ട. എന്നാൽ ഇന്ന് രാത്രി രക്ഷകനായ ക്രിസ്തുവിനെ, വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി ഒന്ന് അംഗീകരിക്കൂ. വെറുതെ വാചകം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മര്യാദയ്ക്ക് ഒന്ന് രാജാവിന്റെ വസ്ത്രം മേടിയില്ലേ. നീ ആരെയും പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ ദാസന്മാർ കൗണ്ടറുകളിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവിധം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മാന്യമായ കൗണ്ടറിൽ വന്ന് രാജാവിന്റെ വസ്ത്രം, രാജാവ് കൊടുക്കുന്ന വസ്ത്രം മേടിച്ചത് ധരിച്ച് അന്തസ്സായിട്ട് വിരുന്നുശാലയിൽ കയറ്. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. ഇന്ന് രാത്രി ആ കൗണ്ടർ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ വീടിന്റെ പറമ്പിൽ ഇതാ ഈ കൗണ്ടർ ഓപ്പൺ ആയിരിക്കുന്നു. ഇന്നും നാളെയും അടുത്ത ദിവസങ്ങൾ ഈ വസ്ത്രം ഇവിടെ കൊടുക്കുകയാണ്. സഭയുടെ കഥാവിന്റെ ദാസൻ പാസ്റ്റർ അനിൽ പി ശാമുവേലിന്റെ നേതൃത്വത്തിൽ ഇതാ കൗണ്ടറുകൾ ഓപ്പൺ ആയിരിക്കുന്നു. രക്ഷാവസ്ത്രം ഇവിടുന്ന് കൊടുക്കാൻ പോവുകയാണ്. ഓ, അഭിഷേക വസ്ത്രം ഇവിടുന്ന് കൊടുക്കുകയാണ്. ആ കൃപയുടെ വസ്ത്രം ഇന്ന് രാത്രി ഇവിടുന്ന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വസ്ത്രം പ്രാപിച്ച ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ആ വസ്ത്രം ധരിച്ച ദൈവമക്കൾ ധരിച്ച ദൈവമക്കളെ സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ആ വിളിക്കപ്പെട്ടവർ അനേകർ. ഇന്ന് രാത്രി ദൈവമേ, ആ വിളി എനിക്ക് ആവശ്യമാണ്. രാജാവേ, മഹാരാജാവേ, അവിടുത്തെ വസ്ത്രം എനിക്ക് ആവശ്യമാണ്. ആ കൃപയുടെ വസ്ത്രം എനിക്ക് ആവശ്യമാണ്. എന്നെ വിടുകയില്ല എന്ന് പറഞ്ഞെന്നെ എന്നോട് പോരാടി എന്നോട് വാദിച്ചു നിൽക്കുന്ന ആ പാരമ്പര്യത്തിന്റെയും പൈശാചികതയുടെയും ആവിചാരത്തിന്റെയും അന്ധകാരത്തിന്റെയും ആ ബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റിക്കൊണ്ട് കൃപയുടെ വസ്ത്രം ഞാൻ ഏറ്റെടുത്ത് ധരിച്ച് അതിൽ വർദ്ധിച്ചു വരുവാൻ നമുക്കിടയാകട്ടെ. ഓരോ നിമിഷം കണ്ണുകളടയ്ക്കാം. യേശുവിൻ നാമത്തിൽ ഈ വചന കേൾവിയുടെ മുമ്പാകെ ശബ്ദപരിധിക്കുള്ളിൽ ആയിരം തന്റെ ജനത്തിന്റെ മേൽ നിന്നെ അത്യന്തമായ ശക്തി അയച്ചതിനായി സ്തോത്രം. ആ കൃപയുടെ ബലം അയച്ചതിനായി സ്തോത്രം. രാജാവ് നൽകിയതായ വസ്ത്രം, സുവിശേഷത്തിന്റെ, കൃപയുടെ, ശക്തിയുടെ, ആ വിടുതലിന്റെ, വചനത്തിന്റെ, ആ വീണ്ടെടുപ്പിന്റെ വസ്ത്രം ഇന്ന് രാത്രി പ്രാപിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഒരുങ്ങാത്ത ജനത്തെ ഒരുക്കണമേ. വരും ദിവസങ്ങൾ അതിനുവേണ്ടി ജനത്തെ ഒരുക്കണമേ. തുറന്ന് ഞങ്ങളുടെ അഭിഷേകനെ ബലപ്പെടുത്തണമേ. കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി വീണ്ടും ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം.